കുട്ടികളെ ഇഷ്ടമാണ്. കുട്ടികളൊന്ന് വന്നിരുന്നു, പക്ഷെ അതിനെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ വളർച്ച അങ്ങോട്ട് ഇല്ലാണ്ട് കാരണത്താൽ അത് മാതാവിനും അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അങ്ങനെ അത് പോയതാണ്. എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല. സാധാരണ ഒരു പെണ്ണിന് അങ്ങനെ വിഷമം തോന്നും. എനിക്ക് വിഷമം തോന്നിയില്ല. കാരണം പോയത് പോയി, കരഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വന്ന് പോലീസ് കേസ് വഴക്ക് അത് ഇത് എല്ലാം കൂടെ. അതിനെപ്പറ്റിയൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഇടക്കാലത്ത് വെച്ച് എനിക്ക് ഇങ്ങനൊരു സന്ദർഭം വന്നപ്പോൾ ആളുകളെല്ലാം എന്നെ അങ്ങ് കാരണമില്ലാതെ വെറുത്തു, ഭ്രാന്താന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നെ വീട്ടിൽ കയറി വെട്ടണം കൊല്ലണം എന്നൊക്കെ അറിഞ്ഞു. പിന്നെ ദൂരെ നിന്നൊക്കെയുള്ളവരുടെ പ്രേരണകൾ എല്ലാവരും കൂടെ കൂട്ടം കൂടി എന്നെ ജയിലിൽ പിടിച്ചടയ്ക്കണം, ഫ്രാൻസ് ആശുപത്രിയിലിടണം. പിന്നെ എൻ്റെ മൈൻഡ് എനിക്ക് പോലും അറിയാൻ പറ്റാത്ത ഗതികേടിലേക്ക് വന്നത് വീട്ടിലുള്ളവരെന്ത്. കോളേജിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ജോലി ചെയ്ത ഒരാളാണ്. എനിക്ക് 5ൽ 4ലോ അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്ത് എനിക്ക് അന്ന് എത്ര 5 രൂപയോ 10 രൂപയോ മറ്റോ കിട്ടിയെന്ന് തോന്നുന്നു. ഞാൻ അധ്വാനിച്ച കണ്ടമാണ് ഇത്. വീടുകളിൽ പിന്നെ ജോലിക്ക് പോയിട്ടുണ്ട്. അതായത് എനിക്ക് കരച്ചിൽ വരും. ആ കരച്ചിൽ വരുമ്പോഴേ പെട്ടെന്ന് തന്നെ ഞാൻ അതിനെ പോസിറ്റീവായിട്ടാക്കി മാറ്റി. കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ ചെന്നാണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നു കുഞ്ഞി എൻ്റെ മുഖം കണ്ട് എനിക്ക് ചിരി വരും. ചിന്തകളാണ് എന്നെ ഈ വിധത്തിൽ എത്തിയെന്നുണ്ടെങ്കിൽ എൻ്റെ ചിന്തകളാണ്. എന്നാ BA പൊളിറ്റിക്സ്. എനിക്ക് മനഃശാസ്ത്രം പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. കുട്ടിക്കാലം മുതൽ എനിക്കൊരു ശാസ്ത്രജ്ഞയാകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ. പക്ഷേ ശാസ്ത്രജ്ഞയാകണമെന്ന് കരുതി ആ ശാസ്ത്രം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം മനുഷ്യൻ്റെ ഉള്ളിലാണ് ശാസ്ത്രം ഉടലെടുക്കുന്നതെന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി. ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാനൊരു സ്റ്റാറുകാരനായിരുന്നു. കോളേജിലെ 2nd ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞാനായിരുന്നു ക്ലാസ്സിലെ ലീഡർ. കാരണം ഞാൻ കഥ എഴുതും, കവിത എഴുതും, ഭയങ്കര ആക്റ്റീവായിരുന്നു മോനെ. ഹോസ്റ്റലിലായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് മതിലൊക്കെ ചാടി വെളിയിലിറങ്ങി ഭക്ഷണമൊക്കെ വാങ്ങിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ഏത് കുരുത്തക്കേടും അവിടെ ഞാനുണ്ടായിരുന്നു.